ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ സീസൺ 1 ക്ലൈമാക്സ് ആണ് ഇന്ന് കേട്ടോ. അപ്പൊ ക്ലൈമാക്സിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർ പരിശോധിച്ചിട്ട് വേദ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ട് വേദക്ക് കരയണോ സന്തോഷിക്കണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. മേരിയും കുര്യാക്കോസ് വേദയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. മേരി പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു വേദ ഗർഭിണി. മേരി പറഞ്ഞിട്ട് വേദ ഗർഭിണിയാണ്, എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമുക്ക് ഓരോരുത്തരുടെ ലക്ഷണം കാണുമ്പോൾ അറിയാലോ. പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വേദയ്ക്കും വിക്രത്തിന് ഈ ഒരു അവസ്ഥ വന്നല്ലോ. വിക്രത്തിന്റെ അവസ്ഥ എന്താ മോളെ എന്ന് കുര്യാക്കോസ് ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എന്ത് ചെയ്യണോന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ വേദ പൊട്ടിക്കരയാണ്. മേരി പറയുന്നുണ്ട്, മോളെ വേദ നീ ഈ സമയത്ത് കരയല്ലേ മോളെ, നോക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ വരദാനം എന്താണെന്നറിയോ, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന നീ ഇങ്ങനെ കരയരുത്. നീ ഞാൻ കേട്ടിട്ടുണ്ട് നീ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, നീ ഇങ്ങനെ തളർന്നു പോകരുത്. നോക്ക് വിക്രത്തിനും കുഞ്ഞിനും നീ മാത്രമേ ഉള്ളൂ, അത് ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും വേണം എന്നിപ്പോ മേരി പറയണ്ട്. വേദം കുറച്ച് സ്ട്രോങ് ഒക്കെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും പോലീസുകാരൊക്കെ വിക്രത്തിന്റെ വട്ടം കൂടുകയാണ്. അതേസമയം അനിയൻകുട്ടന് അവിടെ, അതായത് ആ ഇടുക്കി തന്നെയുള്ള നമ്മുടെ പള്ളിയുടെ ആയിട്ടുള്ള ശ്മശാനത്തിലാണ് അടക്കം ചെയ്യുന്നത്. അപ്പൊ അതിനെ പള്ളിയുടെ അച്ഛനുണ്ടായിരുന്നു, മേരി, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ, പിന്നെ വേദ, അവരുടെ എല്ലാവരുടെ നേതൃത്വത്തിലാണ് അനിയൻകുട്ടന്റെ അടക്കം കഴിഞ്ഞത്. അപ്പോഴും വേദയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, വിക്രം എങ്ങാനും അവസാന നിമിഷത്തിലെങ്കിലും നമ്മുടെ അനിയൻകുട്ടന്റെ ഒരു പിടി മണ്ണിടാനായിട്ട് വിക്രം വരുമെന്നൊരു ഇതുണ്ടായിരുന്നു വേദക്ക്. പക്ഷെ വിക്രത്തിനെ കാണുന്നില്ല. വിക്രം വേറെ എവിടെയല്ല പോയത്, പോലീസുകാരെ വിക്രത്തിനെ കൈയോടെ പിടിച്ചു. ആ സമയത്ത് സ്ത്രീയുടെ അമ്മായപ്പനും അവരുടെ ഗുണ്ടകളൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാട്ടോ ചെയ്യണത്. പിന്നെ തമിഴില് വിക്രം ആ കുറ്റം ഏൽക്കുന്നുണ്ട്. വിക്രം തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും വിക്രം കുറ്റം ഏൽക്കുന്നുണ്ട്. വിക്രത്തിന്റെ ഭാഗത്ത് തെറ്റാണ്, അല്ലാതെ പോലീസിന്റെയോ അവിടുത്തെ നിയമത്തിന്റെയോ ഭാഗത്ത് തെറ്റല്ല. വിക്രം കോടതിയിൽ എന്താ പറയണെന്ന് അറിയാവോ, താൻ തെറ്റ് ചെയ്തു, താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് വിക്രം പറയാൻ പോണത്. അങ്ങനെ കോടതിയിൽ നമ്മുടെ ജഡ്ജിയായിട്ടുള്ള ശങ്കരൻ പോലും പറയുന്നുണ്ട്, അതിനു മുമ്പ് പോലും വിക്രത്തിനെ കണ്ട് പറയണ്ട, മോനെ നോക്ക് നിനക്കൊന്നും അറിയില്ല, നീയും വേദയും കൂടിയിട്ട് സത്യം തെളിയിക്കാൻ വേണ്ടി പോയതാണല്ലോ, അപ്പൊ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, നീ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കൊന്നും അറിയാൻ പാടില്ല, അതാണ് നീ പറയേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വിക്രത്തോടത്ത് അവിടുത്തെ വക്കീലും അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജിയും അവിടുത്തെ ആൾക്കാരൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ വിക്രം അതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. അങ്ങനെ വാദം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജഡ്ജിയുടെ വിചാരം ഇപ്പൊ വിക്രം സത്യമാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രത്തിന് ഇപ്പൊ റിലീസ് ചെയ്യായിരിക്കും, ജാമ്യം കിട്ടുമായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ജഡ്ജി പോലും വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഒരു നിമിഷം വിക്രം എല്ലാവരും തകർത്ത് കളയാണ്. താനാണ് എല്ലാത്തിനും കാരണം, താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം വിക്രത്തിന് മനസ്സിലാക്കി രണ്ട് മുഖമേ ഉള്ളൂ, അനിയൻകുട്ടന് വെടിയേറ്റ് മരിച്ചതും വേദ തലകറങ്ങി വീണതും. വേദ എവിടെയാണെന്നോ വേദക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും വിക്രത്തിന് അറിയില്ല. വിക്രം അവിടെ നിൽക്കുന്ന സമയത്ത് വേദ അവിടെ വരുവാണെങ്കിൽ വിക്രം ഒരിക്കലും താൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഏൽക്കില്ലായിരുന്നു. പക്ഷെ വേദ വരുന്ന വിക്രം എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് വിക്രം ആ ഒരു ശിക്ഷ വാങ്ങിക്കുകയാണ്. അങ്ങനെ 6 വർഷത്തേക്ക് വിക്രത്തിന് കഠിന ശിക്ഷ അനുവദിക്കുകയാണ് കോടതി. വേറെ നിവർത്തിയില്ല, വിക്രം സ്വയം കുറ്റമേൽറ്റതല്ലേ. അങ്ങനെ വിക്രത്തിന് അവിടെ നിന്ന് ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് വേദ അവിടേക്ക് ഓടി വരുന്നത്. വേദ വരുമ്പോ കാണുന്ന കാഴ്ച വിക്രത്തിന്റെ കയ്യിൽ വിലങ്ങുണ്ട്. വിക്രത്തിന് അവിടെ നിന്ന് നേരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുവാണ്. അവിടെ നമ്മുടെ കമലയുണ്ട്, മാഷുണ്ട്, ഏട്ടനുണ്ട്, ഇടത്തിമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജി, അതായത് വേദയുടെ പ്രിയപ്പെട്ട അച്ഛൻ പോലും ഉണ്ട്. അങ്ങനെ വേദയുടെ അച്ഛൻ പോലും വിക്രത്തിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുന്നുണ്ട്, മോനെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഈ 6 വർഷം എന്ന് പറയുന്നത് 6 ദിവസം പോലെ പോകും, നിനക്ക് ഒരു ബുദ്ധിമുട്ടും ജയിലിൽ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞോളാം, നീ എന്തിനാ മോനെ ഈ കുറ്റമൊക്കെ ഏൽക്കാൻ പോയത്, നീ ചെയ്യാത്ത തെറ്റിനാണ് നീ എപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണ്ട. മാഷും പറയണ്ട, എന്റെ മോൻ മുമ്പും അങ്ങനെ തന്നെയാണ്, ചെയ്യാത്ത തെറ്റിനാണ് അവൻ എല്ലാ പ്രാവശ്യവും ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ ഞാൻ അവൻ ഒരുപാട് അകറ്റി നിർത്തി, ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ള അവന്റെ സത്യസന്ധത എനിക്ക് മനസ്സിലായിട്ട് അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ മോൻ വീണ്ടും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി പോവാണ്, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷും ഹൃദയം തകർന്ന് അവിടെ ഇരുന്ന് പോട്ടെ. പക്ഷെ വിക്രം ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ഈ ശിക്ഷ താൻ അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വിക്രം പോലീസ് ജീപ്പിലേക്ക് കയറി പോകുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് വിക്രം ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്നത്. ഇത് തമിഴിൽ ഇങ്ങനെ തന്നെയുണ്ട്. അതിനുശേഷം പിന്നെ 6 വർഷത്തിന് ശേഷം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് നമുക്കിനി കാണാൻ പോണത്. അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് 18-ാം തീയതി തുടങ്ങൂല. അപ്പൊ നമ്മൾ കാണാൻ പോണത് വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ആദ്യം വിക്രം അന്വേഷിക്കാൻ പോണത് വേദനയാണ്. പക്ഷെ വേദയുടെ ഇപ്പത്തെ നില വിക്രത്തിനെ ഞെട്ടിക്കുന്നതാണ്. വേദ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, വേദ പഠിച്ച് അവിടുത്തെ കളക്ടർ ആവുകയാണ് ചെയ്യണത്. പിന്നെ വേദക്കും വിക്രത്തിനും കുഞ്ഞുണ്ടായി, കുഞ്ഞു ജനിച്ചു, ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടുള്ള വിക്രത്തിന്റെ ഓരോരോ കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ വേണ്ടി പോണത്. പക്ഷെ അതൊക്കെ 18-ാം തീയതിയാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോണത് വിക്രം ചെയ്യാത്ത തെറ്റിനാ വീണ്ടും ജയിലിൽ പോകുവാണ്.
ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും വേദക്ക് വിക്രത്തോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആ ഒരു സന്തോഷ വാർത്ത വേദ പറയാൻ വരുമ്പോഴാണ് വിക്രം ഇങ്ങനെ ജയിലിലേക്ക് പോകുന്ന, ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് പോകുന്ന കാഴ്ച വേദ കാണുന്നത്. അങ്ങനെ വേദ ആകെ തകർന്നു പോകുവാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴില് വിക്രത്തിന് ഇപ്പോഴല്ല അറസ്റ്റ് ചെയ്യുന്നത്, വേദ ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വേദ ഗർഭിണിയാണെന്ന് തമിഴിൽ അറിയുമ്പോൾ വിക്രത്തിന്റെ ഒരുപാട് കെയറിംഗ് ഉണ്ട് കേട്ടോ വേദക്ക് വേണ്ടിയിട്ട്. വേദ പറയണ്ടേ, ഞാൻ 10 മാസം കുഞ്ഞിന്റെ വയറ്റിൽ ചുമന്ന് നടക്കാൻ വേണ്ടി പോവല്ലേ, 10 മാസവും നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, ഒരു ദിവസം നിങ്ങൾ ഗർഭിണിനെ പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് വേദന മാക്സി നമ്മുടെ വിക്രത്തിന് ഇട്ട് കൊടുക്കാണ്. പിന്നെ വയറ്റിലെ തുണിയാക്കി ചുരുട്ടിക്കുട്ടി ഒരു പന്ത് പോലെ ആക്കി, ഒരു 2 കിലോയുടെ പന്ത് പോലെ ആക്കിയിട്ട് വയറ്റിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാക്സി ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പെണ്ണുങ്ങള് 10 മാസം ഇങ്ങനെയാണ് നടക്കുന്നത്, അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ കൊണ്ട് റോട്ടിലൊക്കെ നടത്തിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ആ കാഴ്ച. പക്ഷെ ഇതിലൊക്കെ അത് മിസ്സാക്കാണ്. എന്തായാലും വേദയുടെ ഗർഭകാലമൊക്കെ മിസ്സാക്കിയിട്ട് വേദന ഇപ്പൊ 5 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ട്, ഒരു പെൺകുഞ്ഞായിട്ട് നടക്കാൻ പോകുന്ന സംഭവമാണ് ഇനി കാണിക്കാൻ പോണത്. ആ പെൺകുഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ, വിക്രത്തിന്റെ അതേ സ്വഭാവം കേട്ടോ. അതായത് ഭയങ്കര ധൈര്യശാലി, എന്തിനും അനീതി കണ്ട് അപ്പൊ തന്നെ എതിർക്കും. ആ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് വിക്രം. എങ്ങനെയാണോ വിക്രം ഒരു പെണ്ണായാലും എങ്ങനെ ഉണ്ടാകും, അതാണ് ഈ വിക്രത്തിന്റെ വേദയുടെ ആ കുഞ്ഞിട്ടോ. നല്ല രസമാണ് ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞാല് ഒരു പ്രായത്തിനേക്കാളും കൂടുതൽ പക്വതയുള്ള ഒരു കുഞ്ഞാണ്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ഇനി കാണാൻ പോണത്. ഈ സീരിയൽ ഇന്ന് ക്ലൈമാക്സ് ആവുകയാണല്ലോ, പക്ഷെ നാളെ മുതൽ ഞാൻ ഇതിന്റെ തമിഴിന്റെ റീമേക്കിന്റെ ഒറിജിനൽ സ്റ്റോറി ഇടുന്നതായിരിക്കും. അതായത് തമിഴിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത്, തമിഴിൽ വേദ ഗർഭകാലത്ത് അനുഭവിച്ചത് എന്തൊക്കെയാണ്, പ്രസവത്തിന് ശേഷം വേദ സംഭവിക്കണം എന്തൊക്കെയാണ്, ജയിലിൽ വിക്രത്തിന് എന്ത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ മുതൽ ഞാൻ ഇതിന്റെ ഒറിജിനൽ തമിഴ് റിവ്യൂ ഇടുന്നതായിരിക്കും 18-ാം തീയതി വരെ. 18-ാം തീയതി നമ്മുടെ ഈ സീരിയലിൽ പിന്നെയും സീസൺ 2 തുടങ്ങുമ്പോൾ അതിന്റെ റിവ്യൂ ഇടാം. അതുവരെ ഞാൻ തമിഴിലെ ഫുൾ ഭാഗങ്ങൾ തന്നെ പറയുന്നതായിരിക്കും. ഈ 2 ആഴ്ച ഏകദേശം തമിഴിലെല്ലാം തന്നെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.